ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ മിനിറ്റ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലൗഡ്സിനെ കുറിച്ചാണ്. ഓക്കെ, UPSCക്ക് ആവശ്യമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ക്ലൗഡ്സിനെ കുറിച്ചാണ്. ക്ലൗഡ്സിൻ്റെ ഫോർമേഷൻ മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് പല ടൈപ്പുള്ള ക്ലൗഡ്സ് എന്ന് നോക്കാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്ലൗഡാണ്. ഈ ക്ലൗഡിനെ വോൾട്ടസ് എന്ന് പറയും. വോൾട്ടസ്. ഓക്കെ, ഇത് ട്യൂബ് ഷേപ്ഡ് ആയിട്ടുള്ള ക്ലൗഡാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, ട്യൂബ് ഷേപ്ഡ് ആണ്. കണ്ടോ, ഇതാ ഒരു ട്യൂബ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ക്ലൗഡിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ. വോൾട്ടസ് ഇസ് ട്യൂബ് ഷേപ്ഡ്. ഓർത്തിരിക്കുക, ട്യൂബ് ഷേപ്ഡ് ആയിട്ടുള്ള ക്ലൗഡ് വോൾട്ടസ് ആണ്. ഇതൊരു ലോ ലെവൽ ക്ലൗഡ് തന്നെയാണ്. കണ്ടോ, എർത്തിൻ്റെ സർഫസിൽ നിന്ന് വളരെ കുറച്ച് ഹൈറ്റിൽ മാത്രം നിൽക്കുന്ന ഒരു ക്ലൗഡാണ്. ലോ ലെവൽ ക്ലൗഡാണ്. ഹൈ ലെവൽ, മിഡിൽ ലെവൽ, ലോ ലെവൽ, അങ്ങനെ ഡിസ്റ്റൻസ് വൈസ് ക്ലൗഡ്സിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മളിതിന് മുന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്തതാണ്. ഇത് മറ്റൊരു ടൈപ്പ് ക്ലൗഡാണ്. ഇതിനെ ആസ്പെറിറ്റാസ് എന്ന് പറയും. ഓക്കെ, ആസ്പെറിറ്റാസ്. വേവ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് ദ ക്ലൗഡ്. ക്ലൗഡിൻ്റെ അണ്ടർ സൈഡിലായിട്ട്, ഇതാണ് ക്ലൗഡിൻ്റെ അണ്ടർ സൈഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫേസ് ചെയ്യുന്ന സൈഡാണ്. സോ ആ അണ്ടർ സർഫസിൽ, അണ്ടർ സൈഡിലായിട്ട് ഇങ്ങനെ പല ഫോംസ് വേവ്സ് കാണാൻ പറ്റും. കണ്ടോ, പല ടൈപ്പിലുള്ള വേവ്സ് കാണാൻ പറ്റും. അങ്ങനെയുള്ള ക്ലൗഡിനെയാണ് എന്ത് പറയുക, ആസ്പെറിറ്റാസ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് ക്ലൗഡ് നോക്കാം. ഇത് മറ്റൊരു ടൈപ്പ് ക്ലൗഡാണ്. ഇതിനെ ഫ്ലക്ടസ് എന്ന് പറയും. ഇതിനെ ഫ്ലക്ടസ് എന്ന് പറയും. ഫ്ലക്ട്. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെയും വേവ്സ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേവ്സ് ഉണ്ട്. പക്ഷേ വേവ്സ് എവിടെയാണ് കാണുക? ഓൺ ദ ടോപ്പ് സർഫസ് ഓഫ് ദ ക്ലൗഡ്. ക്ലൗഡിൻ്റെ ടോപ്പ് സർഫസിലായിട്ട്, അതായത് നമ്മൾ കാണാത്ത ഭാഗമാണ്, മുകളിലേക്ക് വരുന്ന ഭാഗമാണ്. താഴെയല്ല, മുകളിലായിട്ട് വരുന്ന ഭാഗമാണ് ടോപ്പ് സർഫസ് ഓഫ് ദ ക്ലൗഡ്. അവിടെ ആയിട്ടാണ് എന്ത് കാണുക? വേവ്സ് കാണുക. ഓക്കെ, വേവ്സ് പ്രസൻ്റ് ആണ്, പക്ഷേ ടോപ്പ് സർഫസ് ഓഫ് ദ ക്ലൗഡിലാണ് വേവ്സ് കാണുന്നത്. അതിനാണ് ഫ്ലക്ടസ് എന്ന് പറയാം. നെക്സ്റ്റ് ക്ലൗഡ് നോക്കാം. ഈ ക്ലൗഡിനെ ക്യാവം എന്ന് പറയും. ക്യാവം. ഇവിടെ എന്താ, സെൻറ്ററിലായിട്ടൊരു സർക്കുലർ ഓപ്പണിംഗ് പോലെ, ഒരു ഹോള് പോലെ കാണുന്നുണ്ട് അല്ലേ? അത് തന്നെയാണ് ഈ ക്യാവത്തിൻ്റെ പ്രത്യേകത. ജനറലി സർക്കുലർ ഹോൾ ഇൻ എ തിൻ ലെയർ ഓഫ് സൂപ്പർ കൂൾഡ് വാട്ടർ ഡ്രോപ്ലെറ്റ് ക്ലൗഡ്. ഒരു തിൻ ലെയർ ഓഫ് ക്ലൗഡിന് ഒരു സെൻറ്റർ പോർഷനിലായിട്ട് സർക്കുലർ ഹോള് കാണാൻ പറ്റും. അതാണ് ക്യാവം. നെക്സ്റ്റ് മ്യൂറസ്. ഇതിനെ നമ്മൾ മ്യൂറസ് എന്ന് പറയും. മ്യൂറസ്. ഇതെന്ന് പറയുമ്പോൾ ക്യുമുലോ നിംബസ് ക്ലൗഡ്. അതിന് ഒരു ഉദാഹരണമാണ് ഈ മ്യൂറസ് എന്ന് പറയുന്നത്. ഒരു ടൈപ്പ് ഓഫ് ക്യുമുലോ നിംബസ് ക്ലൗഡാണ്. എന്താ ക്യുമുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ അടിങ്ങി വരുന്ന ക്ലൗഡാണ് ക്യുമുലസ് ക്ലൗഡ് എന്ന് പറയാം. നിംബസ് എന്ന് പറയുമ്പോൾ ഡാർക്ക് ഗ്രേ കളറിൽ കാണുന്ന മഴ പെയ്യ്ക്കുന്നതായിട്ടുള്ള ക്ലൗഡിനെയാണ് നമ്മൾ നിംബസ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഇതിന് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ തന്നെയാണ് വോൾ ക്ലൗഡ് എന്നും പറയാം. ഇതിൻ്റെ മറ്റൊരു പേരാണ് വോൾ ക്ലൗഡ്. ലോ ലെവൽ ക്ലൗഡ് തന്നെയാണ്. ഇങ്ങനെ താഴേക്ക് വന്ന് ഒരു വോള് പോലെ കണ്ടോ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ വോൾ ക്ലൗഡ് എന്ന് പറയാം. സോ മ്യൂറസ് ആണ് വോൾ ക്ലൗഡ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഈ ക്ലൗഡിനെയാണ് കോഡ എന്ന് പറയുന്നത്. ഓക്കെ, കോഡ. കോഡ എന്ന് പറഞ്ഞാൽ എന്താ, ടെയിൽ എന്നാണ് ഏകദേശം അതിൻ്റെ മീനിങ് വരുന്നത് അല്ലേ? ഇവിടെയും അത് തന്നെയാണ്. ഇതേ കണ്ടോ, ഇവിടെ ഒരു ടെയിൽ പോലത്തെ ഒരു ഭാഗം വരുന്നുണ്ട് അല്ലേ? ഒരു ഹോറിസോണ്ടൽ ടെയിൽ ഷേപ്ഡ് ക്ലൗഡാണ് കോഡ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇതിനെ ടെയിൽ ക്ലൗഡ് എന്ന് വിളിക്കുന്നുണ്ട്. ടെയിൽ ക്ലൗഡ്. ഓക്കെ, ടെയിൽ ക്ലൗഡ് എന്ന് വിളിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? കോഡയാണ്. കോഡയാണ് ടെയിൽ ക്ലൗഡ് എന്ന് അറിയപ്പെടുന്നത്, ഈ ഹോറിസോണ്ടൽ ടെയിലിൻ്റെ പ്രസൻസ് കാരണം. നമുക്ക് അടുത്ത ക്ലൗഡ് നോക്കാം. ആക്സസറി ക്ലൗഡ്സ്. ആക്സസറി ക്ലൗഡ് എന്ന് പറയുമ്പോഴേക്കും ഒന്നിൻ്റെ കൂടെ വരുന്നതാണ് അല്ലേ? വേറൊരു ക്ലൗഡിൻ്റെ കൂടെ ഇങ്ങനെ വരുന്ന ക്ലൗഡിനെയാണ് നമ്മൾ ആക്സസറി ക്ലൗഡ് എന്ന് പറയാം. ഒരു ടൈപ്പ് ആക്സസറി ക്ലൗഡിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഫ്ലൂമൻ ആണ്. ഫ്ലൂമൻ ഒരു ആക്സസറി ക്ലൗഡാണ്. ഒരു ക്യുമുലോ നിംബസ് ക്ലൗഡാണ്. ഓക്കെ, ഒരു ക്യുമുലോ നിംബസ് ആക്സസറി ക്ലൗഡാണ് ഫ്ലൂമൻ എന്ന് പറയുന്നത്. ഇതിനെ ബീവേഴ്സ് ടെയിൽ എന്ന് പറയും. ഓക്കെ, ബീവേഴ്സ് ടെയിൽ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഫ്ലൂമൻ ആണ്. ബീവേഴ്സ് ടെയിൽ. സോ ഫ്ലൂമൻ എന്ന് പറയുന്നത് ഒരു ക്യുമുലോ നിംബസ് ക്ലൗഡാണ്, ഒരു ആക്സസറി ക്ലൗഡാണ്. ബീവേഴ്സ് ടെയിൽ എന്ന് പറയുന്നത് ഈ ഫ്ലൂമനെയാണ്. ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ ക്ലൗഡ്സ് നോക്കാം. ഈ കാണിച്ചിരിക്കുന്നത് ഫ്ലാമാജെനിറ്റസ്. ഓക്കെ, ഈ ക്ലൗഡിൻ്റെ പേരാണ് ഫ്ലാമാജെനിറ്റസ്. ഒരു നാച്ചുറൽ ഹീറ്റ് സോഴ്സിൽ നിന്ന് ആണ് ഇവിടെ ക്ലൗഡ് ഫോം ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ബേസിൽ നിന്നേ ഫോം ചെയ്ത് പോയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
ഒരു നാച്ചുറൽ ഫാക്ടറിൽ നിന്നാണ് ഇവിടെ ക്ലൗഡ് ഫോം ചെയ്തിരിക്കുന്നത്. സച്ച് ആസ് ഫോറസ്റ്റ് ഫയർ, വൈൽഡ് ഫയർ, വോൾക്കാനിക് ആക്ടിവിറ്റി, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഉണ്ടാകുന്ന ക്ലൗഡിനെയാണ് നമ്മൾ ഫ്ലമാജെനറ്റസ് ക്ലൗഡ് എന്ന് പറയുക. അടുത്ത ക്ലൗഡ് നോക്കാം. ഈ ടൈപ്പ് ക്ലൗഡിനെ ഹോമോജെനറ്റസ് ക്ലൗഡ് എന്ന് പറയും. ഹോമോജെനറ്റസ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ക്ലൗഡ് ഫോം ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഒരു ഫാക്ടറിയിൽ നിന്നാണ് ഈ പുക പോയിട്ടാണ് അവിടെ ക്ലൗഡ് ഫോമേഷൻ നടന്നിട്ടുള്ളത്. സോ ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ക്ലൗഡ്സിനെയാണ് ഹോമോജെനറ്റസ് ക്ലൗഡ് എന്ന് പറയുക. ഓക്കെ, ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ക്ലൗഡ്സാണ് ഹോമോജെനറ്റസ് ക്ലൗഡ്സ്. ഇനി നമുക്ക് അടുത്ത ക്ലൗഡ് നോക്കാം. ഹോമോമ്യൂട്ടേറ്റസ്. ഈ ക്ലൗഡിനെയാണ് ഹോമോമ്യൂട്ടേറ്റസ് എന്ന് പറയുക. ഇതെന്ന് പറയുന്നത് ഒരു സിറിഫോം ക്ലൗഡ് തന്നെയാണ്. സിറസ് ക്ലൗഡിന് എക്സാമ്പിൾ തന്നെയാണ്. പക്ഷേ ഈ സിറസ് ക്ലൗഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ സിറസ് ക്ലൗഡ് ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടായിരിക്കും കാണുന്നത്, ഫെദർ പോലെ. പക്ഷേ അതിവിടെ ജോയിൻ ചെയ്ത് ഒരു വലിയ പോർഷൻ, സ്കൈയുടെ ഒരു വലിയ പോർഷൻ ഒക്കുപ്പൈ ചെയ്ത് ഒരു സീരീസ് ഓഫ് സിറസ് ക്ലൗഡ് ഇങ്ങനെ ജോയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഒരു ഹോമോമ്യൂട്ടേറ്റസ് ക്ലൗഡ് കാണുന്നത്. ഓക്കെ, സിറസ് ക്ലൗഡിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. സിറസ് ക്ലൗഡിൻ്റെ ഒരു ടൈപ്പാണ്. പക്ഷേ ഓവർ എ ലാർജ് പോർഷൻ ഓഫ് സ്കൈ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന കാണാൻ പറ്റും. ഡ്യൂ ടു സ്ട്രോങ് അപ്പർ വിൻഡ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന കാണാൻ പറ്റും. അങ്ങനെയുള്ള ക്ലൗഡിനെയാണ് നമ്മൾ ഹോമോമ്യൂട്ടേറ്റസ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലൗഡ്. ഇവിടെ ഈ ക്ലൗഡ്സ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു വാട്ടർഫോളിൻ്റെ അടുത്താണ് അല്ലേ. അങ്ങനെയുള്ള ക്ലൗഡ്സിനെയാണ് നമ്മൾ കാറ്ററാക്റ്റ ജെനേറ്റസ് എന്ന് പറയുക. കാറ്ററാക്റ്റ ജെനേറ്റസ്. ഒരു വാട്ടർഫോളിൻ്റെ അടുത്ത്, ഒരു വാട്ടർഫോളിൻ്റെ വിസിനിറ്റിയിലായിരിക്കും ഇങ്ങനെയുള്ള ക്ലൗഡ്സ് ഫോം ചെയ്യുക. എങ്ങനെയാണ് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് വീഴുമ്പോൾ അതിൻ്റെ വാട്ടർ ഡ്രോപ്സ് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യും അറ്റ്മോസ്ഫിയറിലേക്ക്. അങ്ങനെ ഫോം ചെയ്യുന്ന ക്ലൗഡ്സാണ്. അത് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ക്ലൗഡ്സാണ് കാറ്ററാക്റ്റ ജെനേറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലൗഡ് നോക്കാം. ഇവിടെ നിറയെ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയിലാണ് അല്ലേ. അവിടെ ഫോം ചെയ്തിരിക്കുന്ന ക്ലൗഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്ലൗഡ്സിനെ നമ്മൾ സിൽവാ ജെനേറ്റസ് എന്ന് പറയും. സിൽവാ ജെനേറ്റസ്. ഒരു ഫോറസ്റ്റ് ഏരിയയിൽ അല്ലെങ്കിൽ നിറയെ മരങ്ങളുള്ള ഒരു ഏരിയയിൽ അതിന് ഇവാപ്പറേഷൻ ആൻഡ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ഫ്രം ദ ട്രീസ് കാരണം ആ ഒരു ഏരിയയിൽ ഫോം ചെയ്യുന്ന ക്ലൗഡിനെയാണ് നമ്മൾ സിൽവാ ജെനേറ്റസ് ക്ലൗഡ് എന്ന് പറയുക. ഓക്കെ, ഇത്രയാണ് ജനറലി ക്ലൗഡ്സിനെ കുറിച്ച് ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. സോ ക്ലൗഡ്സ് എല്ലാം കറക്റ്റായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു